എക്സ്ക്ലൂസീവ് കേരളത്തിലെ IS ബന്ധം സംബന്ധിച്ച കേസുകൾ NIAക്ക് വിടുന്നു. കാസർഗോഡ് നിന്ന് കാണാതായവരെ കുറിച്ചുള്ള 17 കേസുകളും ഒറ്റ കേസായാണ് NIA അന്വേഷിക്കുക. NIA അന്വേഷിക്കണമെന്ന് സംസ്ഥാന പോലീസ് ആവശ്യപ്പെടും. വിവരങ്ങളുമായി KK നീലിമ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. നീലിമ, ISലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് നിരവധി പോയി എന്ന തരത്തിലുള്ള വാർത്ത ഏറെ ആശങ്കയോടുകൂടി തന്നെയാണ് കേരളം നോക്കിക്കണ്ടത്. ഇപ്പോൾ ഈ കേസ് ഒറ്റയ്ക്ക് അന്വേഷിക്കണം എന്ന ആവശ്യവുമായി NIAക്ക് വിടുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. സോമി, കേരളത്തിലെ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേസിൽ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് കാണാതായ 17 പേരെ കുറിച്ചുള്ള കേസ്, അതുപോലെ പാലക്കാട് നിന്നും 5 പേരെ കാണാതായ കേസ്, ഈ കേസുകളെല്ലാം ചേർത്ത് ഒറ്റ കേസായി NIAക്ക് വിടാനാണ് സംസ്ഥാന പോലീസിന്റെ ആലോചന. ഇത്തരത്തിൽ ഈ കേസ് NIA തന്നെ ഏറ്റെടുക്കണമെന്ന കാര്യം കേരള പോലീസ് NIAയോട് ആവശ്യപ്പെടും, വളരെ അടുത്ത് തന്നെ ആവശ്യപ്പെടുമെന്നാണ് നമുക്ക് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്ന കാര്യം. ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറയുന്നത് ഈ കേസുകളിൽ ഉൾപ്പെട്ട എല്ലാവർക്കുമെതിരെ UAPA ഭീകരവിരുദ്ധ നിയമം ചുമത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഭീകരവിരുദ്ധ നിയമം ചുമത്തിക്കഴിഞ്ഞാൽ NIAക്ക് കേസ് ഏറ്റെടുക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടാകില്ല. ഏറ്റവും സുപ്രധാനമായ വസ്തുത എന്ന് പറയുന്നത് ഇവരുടേതായി കാസർഗോഡ് പടന്നയിൽ നിന്നും കാണാതായവരുടെ എന്ന പേരിൽ ബന്ധുക്കൾക്ക് ലഭിച്ച ചില വോയിസ് മെസ്സേജസ് ഉണ്ട്. ഈ വോയിസ് മെസ്സേജസിൽ വളരെ കൃത്യമായി അവർ പറയുന്നത് തങ്ങൾ ISലേക്ക് എത്തിക്കഴിഞ്ഞു, IS റിക്രൂട്ട്മെന്റാണ് നടന്നിരിക്കുന്നത്, അഫ്ഗാനിലെ തോറാബോറയിൽ ഇവർ ഉണ്ട് എന്നാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിരിക്കുന്ന വളരെ വിശ്വസനീയമായ വിവരം. അതുകൊണ്ട് തന്നെ കേരള പോലീസിന് വിദേശ ബന്ധമുള്ള കേസായതിനാൽ കേരള പോലീസിന് ഇക്കാര്യം പൂർണ്ണമായും അന്വേഷിക്കുന്നതിൽ വളരെയധികം പരിമിതികളുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ ഏറ്റെടുക്കുന്നത് ദേശീയ അന്വേഷണ ഏജൻസിയാണ്. റോ പോലുള്ള അന്വേഷണ ഏജൻസികളുടെ സഹകരണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. അവരുടെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട്, കേന്ദ്ര ഏജൻസികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ ഈ കേസിൽ പൂർണ്ണമായ ഒരു അന്വേഷണം നടത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് കേസ് NIAക്ക് വിടാൻ സംസ്ഥാന പോലീസ് ആലോചിക്കുന്നത്. ഇതിനു മുന്നോടിയായി ഭീകരവിരുദ്ധ നിയമം ഈ കേസുകളിൽ ചുമത്തിക്കഴിഞ്ഞിരിക്കുന്നു. സോമി, തീർച്ചയായിട്ടും നീലിമ, കഴിഞ്ഞ ദിവസം തന്നെയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് പോയവർ ISൽ തന്നെയാണ് ഉള്ളത്. അഫ്ഗാനിൽ നിന്ന് അവരുടെ ഓഡിയോ സന്ദേശങ്ങളടക്കം അവരുടെ ബന്ധുക്കൾക്ക് ലഭിച്ച സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ആ ഓഡിയോയിലേക്ക് കൂടി അവസരത്തിൽ പോയതിനു ശേഷം തിരിച്ചെത്താം എന്ന് തോന്നുന്നു. ഇപ്പോൾ അഷ്ഫാഖിന്റെ ഓഡിയോയിലേക്ക് നമുക്ക് പോവാം. ഞാനുള്ളത് ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാല് ഖിലാഫത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ISല് നമ്മളെ നാട്ടിൽ നിന്ന് ഹിജറ ചെയ്തിട്ടല്ല. ഞാൻ എല്ലാവരും ഹിജറ ചെയ്തു ദാറുൽ കുഫർ ദാറുൽ ഇസ്ലാമിലേക്ക്. എനിക്ക് പാട്ടൊന്ന് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടാവും ഉമ്മാനും ഉപ്പാനെല്ലാം ഒഴിവാക്കിയിട്ട് അങ്ങനെ പോയത്, എന്താ ദീനോ പഠിച്ചിനി. അത് മനസ്സിലാണെങ്കിൽ അജ്നാസിനി ഖുർആൻ പഠിക്കണം. ഞാൻ എന്തിനീ എൻ്റെ ഉമ്മാനെയും എൻ്റെ ഉപ്പാനെയും മിന്നിയും സായുധനെല്ലാം ഒഴിവാക്കിയിട്ട് പോയെന്നു. ഖുർആൻ്റെ പരിഭാഷ നല്ലോണം വായിക്കുക, നന്നായിട്ട് പഠിക്കുക. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടുത്തെല്ലാം ദാവത്തെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. പക്ഷെ ആർക്കും നമ്മളൊരു വിലയില്ലാത്ത പോലെയാണ്. നിങ്ങളോട് ആരോടും എനിക്ക് ദേഷ്യം ഉണ്ടായോണ്ടോ ഇഷ്ടമില്ലാത്തോണ്ടോ അല്ല ഞാൻ നാളെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. വീണ്ടും നീലിമയിലേക്ക് തന്നെ പോകുന്നു. നീലിമ, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. നിരവധി പേരെ മതം മാറ്റിയ ഒരു സാഹചര്യം കൂടി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ 800-ലധികം പേരെ മതം മാറ്റി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വിഷയത്തെ ഏറെ ഗൗരവമായി തന്നെ കാണേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇപ്പോൾ NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് ഈ കേസ് വിടുമെന്ന് പറയുമ്പോൾ ഇനി ഈ കേസിന്റെ ഒരു ഭാവി എങ്ങനെയാകും?
സ്വാമി, ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല എന്നാണ് NIA പ്രാഥമികമായി ഇക്കാര്യത്തിൽ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത്. കാരണം കേരളത്തിൽ നിന്നും മാത്രമല്ല IS-ലേക്ക് റിക്രൂട്ട്മെന്റ് നടന്നിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് 800-ലധികം പേരെ മതം മാറ്റി കഴിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ നാളുകളിൽ. 2014 മുതലുള്ള കണക്കുകൾ അന്വേഷണ ഏജൻസികളുടെ കയ്യിലുണ്ട്. ഇതനുസരിച്ച് 800-ലധികം പേരാണ് സംസ്ഥാനത്ത് നിന്ന് മാത്രം മതപരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജുമാ മസ്ജിദ് ഓഫ് ബോംബെ ട്രസ്റ്റ് എന്ന സംഘടന വഴിയാണ് മുംബൈയിൽ ഈ മതമാറ്റമെല്ലാം നടന്നിരിക്കുന്നത്. നമുക്കറിയാം, കേരള പോലീസും മഹാരാഷ്ട്ര ATS-ഉം 2 പ്രതികളെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റിസ്വാൻ ഖാനും അതുപോലെ അർഷിദ് ഖുറേഷി ഈ പടന്നയിൽ നിന്നും കാസർഗോഡ് നിന്നും കാണാതായവരുമായി വളരെ നിരന്തരമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ നിന്നും ചില പെൺകുട്ടികളെ കാണാതായ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നിന്നും കാണാതായ പുതിയൊരു കേസ് കൂടി ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്തെ കരസേന ഉദ്യോഗസ്ഥയായ മിനി വിജയന്റെ മകൾ അപർണ വിജയനെ കാണാനില്ല എന്ന് കാണിച്ച് അവർ DGPക്ക് പരാതി നൽകിയിരിക്കുന്നു. സമാനമായ കേസ് തന്നെയാണ് നിമിഷയുടെ കാര്യത്തിലുള്ള സമാനമായ കേസ് തന്നെയാണ് അപർണ വിജയന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടിയെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് മാതാവ് പരാതി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ അതുപോലെ ഛത്തീസ്ഗഡിൽ നിന്നും ഇതുപോലെ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല എന്ന് വളരെ കൃത്യമായി ദേശീയ അന്വേഷണ ഏജൻസി വിലയിരുത്തിയിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഒരു വിലയിരുത്തൽ പ്രകാരം കേരളത്തിൽ നിന്നാണ് IS-ലേക്ക് ഏറ്റവും അധികം റിക്രൂട്ട് നടക്കുന്നത്. കേരളത്തിൽ നിന്നാണ് IS-ലേക്ക് ആളുകളെ കിട്ടാൻ വളരെ എളുപ്പമെന്നാണ് അന്വേഷണ ഏജൻസിയുടെ വിലയിരുത്തൽ. കാരണം IS-മായി ലോക രാജ്യങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചതോടെ തന്നെ IS-ലെ ഉള്ള ആളുകളുടെ എണ്ണം വളരെ ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ്. 10,000-ങ്ങൾ മാത്രമാണ്, ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നിടത്ത് 10,000-ങ്ങൾ മാത്രമായി IS-ന്റെ സംഘബലം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഖിലാഫത്ത് രൂപീകരിക്കാൻ തങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടി IS-ലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട അഷ്ഫാഖിന്റെ എല്ലാം ഓഡിയോ സന്ദേശത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, യഥാർത്ഥ മുസ്ലിം ജീവിക്കേണ്ടത് ഇവിടെയാണ്, ഈ പുണ്യഭൂമിയിലാണ്. അതുകൊണ്ട് തന്നെ IS-ലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്ന് കുടുംബങ്ങളെ ക്ഷണിക്കുകയാണ് ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശങ്ങളിലെല്ലാം വളരെ കൃത്യമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ അന്വേഷണ ഏജൻസി വളരെ കരുതലോടെയാണ് ഈ കാര്യത്തിൽ നീങ്ങുന്നത്. കൃത്യമായ നടപടികൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്വാമി, തീർച്ചയായിട്ടും നീലിമ, കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഓഡിയോ പുറത്തുവിടുകയുണ്ടായി. മാത്രമല്ല, റോ അടക്കമുള്ള ഏജൻസികൾ കേരളത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഈ ഓഡിയോ ഒക്കെ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണോ ഇന്നിപ്പോൾ NIAക്ക് വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേരള പോലീസ് നീക്കം നടത്തുന്നത്? തീർച്ചയായും സ്വാമി, 2 മാസമായി ഇവരെ കാണാതായിട്ട്, പക്ഷേ ഇവർ എവിടെയാണ് എന്നുള്ള തരത്തിൽ യാതൊരു സ്ഥിരീകരണവും നമുക്ക് ലഭ്യമായിരുന്നില്ല, നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിരുന്നില്ല. ഇവർ വളരെ കൂട്ടമായി നാടുവിട്ടു എന്ന് അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ എമിഗ്രേഷൻ വിഭാഗം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഒറ്റയ്ക്കൊറ്റയ്ക്കായി ചില ചെറിയ സംഘങ്ങളായാണ് ഇവർ ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിന്നും മുംബൈയിൽ നിന്നും മറ്റും ഇവിടെ നിന്ന് പലായനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ എവിടെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ അന്വേഷണ ഏജൻസികൾക്ക് ഇല്ലായിരുന്നു. ബന്ധുക്കൾക്ക് അയച്ച ചില ഓഡിയോ സന്ദേശങ്ങളിലാണ് അഫ്ഗാൻ മലമടക്കുകളിലുള്ള തോറ ബോറ എന്ന സ്ഥലത്ത് ഇവർ ഉണ്ട് എന്നുള്ള വിവരം വളരെ കൃത്യമായി അന്വേഷണ ഏജൻസികൾ ട്രേസ് ചെയ്തിരിക്കുന്നത്. ഈ ഫോൺ സന്ദേശങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിൽ ഇവർ അഫ്ഗാൻ അതുപോലെ IS-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ട് എന്നുള്ള വിവരം അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് NIAക്ക് വിടാൻ സംസ്ഥാന പോലീസ് 100% അത്തരത്തിൽ സന്നദ്ധരായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിനു മുന്നോടിയായാണ് UAPA ചുമത്തിയിരിക്കുന്നത്. സ്വാമി.